ഹലോ ഗായ്സ്, നമുക്കിന്ന് ഇംഗ്ലീഷ് ആൻഡ് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ എക്സാം ആയിരുന്നു അല്ലേ? നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നുള്ള കമൻറ്റിൽ അറിയിക്കുക എക്സാമൊക്കെ. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിനെ കുറിച്ച് പറയാൻ കാരണം സെക്കൻഡ് ലാംഗ്വേജ് എക്സാം ഞാൻ എഴുതിയിട്ടില്ല. എനിക്ക് തീരെ വയ്യായിരുന്നു, സൗണ്ട് ഒന്നുമില്ലായിരുന്നു, രാവിലെ ഒന്നും സൗണ്ട് ഒട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞ് വന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് സൗണ്ട് ഇപ്പോൾ കുറച്ച് വന്നപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു രണ്ട് എക്സാം എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കണം. ഗൈസ്, അപ്പോൾ വൺ വേർഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസി ആയിരുന്നു. അത് കമ്പൾസറി ആയിട്ട് എഴുതേണ്ട ആ പോർഷനിലെ വൺ വേർഡൊക്കെ സിമ്പിളായിട്ടാണ് ചോദിച്ചത്. പബ്ലിക്കിന് എന്തായാലും ടഫാക്കുക. എല്ലാ എക്സാമും നല്ല ഈസി ആയിട്ട് തന്നിട്ടുണ്ട് മോഡലിന്. പബ്ലിക്കിനെ ടഫാക്കാൻ വേണ്ടിയുള്ള വാണിംഗ് ആണ് ഈസി ആക്കി തരുന്നത്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രത്നയും അതുപോലെ തന്നെ സുധാമൂർത്തിയുടെ കോൺവെർസേഷൻ ആണത്. പിന്നെ അതുപോലെ രണ്ടാമത്തത് എന്താ വർറീസൊക്കെ എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്, അവർ ആരുടെ പോയി ഗോസിപ്പ് ചെയ്യാത്തതുകൊണ്ട്. മൂന്നാമത്തത് എങ്ങനെ അവരുടെ പ്രോബ്ലംസ് ലിസൺ ചെയ്തുകൊണ്ടാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. നാലാമത്തെ ബിട്രയലാണ്. പിന്നെ അഞ്ചാമത്തെ എന്താണ്? പോയറ്റിൻ്റെ നെയ്ബറാണ്. പിന്നെ ആറാമത്തെ പുള്ളി എന്താ പറയുക, ആ പഴയ കാര്യങ്ങൾ തന്നെ പിന്നെ അച്ഛൻ്റെ വാക്കുകളും കേട്ട് തീരെ മോഡേൺ ആയിട്ട് തിങ്ക് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ വിളിക്കാനുള്ള കാരണം. പിന്നെ ഏഴാമത്തെ അറിയാലോ, ഡാർക്ക്നെസ് ഇഗ്നോറൻസ് ഓഫ് ഹിസ്, അങ്ങനെയാണ്. എട്ടാമത്തത് അൺസിവിലൈസ്ഡ് പേഴ്സൺ എന്നുള്ള ആ ഓൾഡ് സ്റ്റോൺ സാവേജ് എന്നുള്ളതാണ്. ഡാഷ് വേർഡ് മീൻസ് അൺസിവിലൈസ്ഡ് പേഴ്സൺ ഞാൻ എഴുതിയത്. പിന്നെ ഒമ്പതാമത്തെ അറിയാലോ, എ പുട്ടപ്പ് വിത്ത് ബി ടേൺ ഔട്ട്. ഞാൻ റിപ്പോർട്ടർ സ്പീച്ച് ഞാൻ റിപ്പോർട്ട് ചെയ്തില്ല. ഞാൻ 11 2 അഡ്വൈസ് എഴുതി. അതാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായി തോന്നിയത്. റിപ്പോർട്ട് സ്പീച്ച് എനിക്ക് അറിയാമായിരുന്നു. പിന്നെ ഞാൻ 11 12 എഴുതിയത്. 12 ഞാൻ എ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എഴുതി. ബി ഗ്രൗണ്ട് ബ്രേക്കിംഗ് എന്ന് എഴുതി. ശരിയായിരിക്കും. പിന്നെ ഞാൻ എഴുതിയ ക്വസ്റ്റ്യന് 13ാമത്തെ ഞാൻ എഴുതി സിമ്പിൾ അല്ലേ, റിവ്യൂ. ഇത് സിമ്പിളാണ്. 14 മെൻഡിങ് വോൾട്ട് ആയിട്ടുള്ള അതും സിമ്പിളാണ്. 15ാമത്തത് ആങ്കർ ഓഫ് എ പോപ്പുലർ ടെലിവിഷൻ ചാനൽ എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്, അതും സിമ്പിളാണ്. പിന്നെ അടുത്തത് 16ാമത്തെ സിമ്പിളാണ്, ആ ലൈൻസിൽ ഐഡിയ പറയാം. 17 ഞാൻ എഴുതിയത് റൈസിൻ്റെ ചേഞ്ചിങ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഫാമേഴ്സിനെ കുറിച്ച്. പിന്നെ ഇതിൽ ഏതെങ്കിലും 5 എഴുതിയാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ 2 വിടാം. അപ്പോൾ ഞാൻ ആ 5 എഴുതിയ. 18 19 അറിയാം, പക്ഷെ ഞാൻ എഴുതിയില്ല ഗൈസ്. പിന്നെ അടുത്തത് 20ാമത്തത് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ എംപവറിങ് ഇന്ത്യൻ വിമൻ്റെ പാനലിസ്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് വെൽക്കം സ്പീച്ച് അല്ലേ, അത് ഞാൻ എഴുതിയില്ല. ഞാൻ ബാക്കിയുള്ള 5 എഴുതിയത്. 21ാമത്തത് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, കോർപ്പറൽ പണിഷ്മെൻറ്റ്. ഇതിനെക്കുറിച്ചുള്ളൊരു നോട്ട് ഞാൻ HSS ലൈബ്രറി ഇന്നലെ വായിച്ചായിരുന്നു. കോർപ്പറൽ പണിഷ്മെൻറ്റിൻ്റെ നോട്ട്സ് ഞാൻ വായിച്ചത് വെച്ച് എനിക്ക് പോയിന്റ്സ് ഒക്കെ ഓർമ്മയുണ്ടായി, അത് ഞാൻ എഴുതിയായിരുന്നു. പിന്നെ നമ്മുടെ ഒപ്പീനിയനൊക്കെയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ സിമ്പിളായിട്ട് എഴുതാമല്ലോ. 22 അജിത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്, സിമ്പിളാണത്. 23ാമത്തത് മാർഷൽ ഒരു ഇമെയിൽ അയക്കണ പോലെയാണ്, അത് സിമ്പിളായിട്ട് നമുക്ക് എഴുതാമല്ലോ. ബാൽവിനെ കുറിച്ച് പൊക്കി അടിച്ചാൽ മതി, അത് കുറേയൊക്കെ പറയാമല്ലോ. പിന്നെ 24ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സെമിനാർ റിപ്പോർട്ടാണ്, അത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. 25 ഷാഹിൻ മിസ്ട്രിയോട് ഞാൻ നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, നല്ല ആൻസർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഷാഹിൻ മിസ്ട്രി പറയുന്ന പോലെ അതൊക്കെ എന്ത് സിമ്പിളായി, ഇതൊക്കെ പബ്ലിക്കിന് ചോദിക്കാറുന്നില്ലേ. പിന്നെ ഞാൻ 26 അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ എന്താ പറ്റിയെന്ന് അറിയാം, 26 ഞാൻ 12 മണിയാകുമ്പോഴാണ് എഴുതാൻ തുടങ്ങിയത്. ഒരു 1/4 മണിക്കൂറോട് ഞാൻ എഴുതി എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. കാരണം സ്പീഡിൽ എഴുതിയോണ്ട് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ല വൃത്തികേടായിട്ടുണ്ട്. പിന്നെ അതുകൂടാ. പിന്നെ 27ാമത് CV കണ്ടില്ലേ, കണ്ടന്റ് ഡെവലപ്പേഴ്സിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. കോണ്ടന്റ് ഡെവലപ്പേഴ്സാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ എന്താണ് ഗ്രാജുവേഷൻ ഏതാണ് കൊടുത്തതെന്നൊക്കെ പറയാം. ഇവിടെ ആക്ച്വലി 3 തരത്തിലുണ്ട്. ഇവർ പറഞ്ഞ ഗ്രാജുവേറ്റ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഉള്ള ആൾ വേണമെന്നാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രൊഫഷൻസി ഉള്ള ആൾ. പിന്നെ ഇവരുടെ കമ്പനി എന്ന് പറഞ്ഞാൽ ഓർഗാനിക് പ്രൊഡക്ട്സ് കമ്പനിയാണ്, സെൽ ചെയ്യുന്ന കമ്പനിയാണ്. ഇവർക്ക് വേണ്ടതോ ഇവർക്ക് വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ പ്രൊഫഷൻസി ഉള്ള ഒരാളാണ്, അതായത് ഗ്രാജുവേറ്റ് ഇൻ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ഇംഗ്ലീഷിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഗ്രാജുവേഷൻ. പിന്നെ അവരുടെ കമ്പനി ആണെങ്കിൽ ഓർഗാനിക് പ്രൊഡക്ട്സ് സെൽ ചെയ്യുന്നൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. പിന്നെ അവർക്ക് വേണ്ടതാണെങ്കിൽ അവരുടെ വെബ് പേജ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരാളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ കഴിവ് വേണ്ടേ വെബ് പേജൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ? അത്യാവശ്യം നമുക്ക് അങ്ങനെയുള്ള സ്കിൽസ് വേണം. പിന്നെ മൾട്ടിനാഷണൽ കമ്പനി ഓർഗാനിക് പ്രൊഡക്ട്സ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അറിയണം. പിന്നെ ഇവർക്ക് വേണ്ട ഗ്രാജുവേറ്റ് ഇതാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണെന്നുള്ള കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഒരു സംഭവം പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് സമയം ലേറ്റ് ആയിപ്പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CV എഴുതി തുടങ്ങിയപ്പം ഫസ്റ്റ് മറ്റേ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതണ്ടേ, അതൊക്കെ എഴുതാണ്ട് ഞാൻ നേരെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഒക്കെ എഴുതി തുടങ്ങി. പകുതി ആയപ്പോഴാണ് പറഞ്ഞാൽ ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൽ സാധനം എഴുതിയിട്ടില്ലെന്ന്. ഫുൾ വെട്ടി എനിക്ക് ആദ്യം തൊട്ട് എഴുതേണ്ടി വന്നു. അങ്ങനെ എനിക്ക് സമയം പോയി. പിന്നെ ചില കാര്യങ്ങളൊക്കെ 1-2 വിട്ടുപോയി ഞാൻ എഴുതാനുള്ളത് ആൻസർ പേപ്പറിൽ. അപ്പോൾ എന്തായാലും ഞാനിത് ശ്രദ്ധിക്കണം പബ്ലിക്കിനെ. പിന്നെ വയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതായി വായിക്കാൻ പറ്റില്ലല്ലോ. സാറിന് പബ്ലിക്കിനെ ഒന്ന് സെറ്റാക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായി കമൻറ്റിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക. ബൈ.